നമസ്കാരം. പ്രധാന വാർത്തകൾ. CMP കാസർഗോഡ് ജില്ലാ സമ്മേളനം ഹോസ്ദുർഗ് കോഓപ്പറേറ്റീവ് ബാങ്ക് ഹാളിൽ വെച്ച് നടന്നു. വൈദ്യുതി വകുപ്പിനെതിരെ PC ജോർജിന്റെ രൂക്ഷ വിമർശനം. ജീവനക്കാരുടെ അഴിമതി നിയന്ത്രിക്കാൻ സർക്കാരിനാവുന്നില്ലെന്നും PC ജോർജ്. വള്ളത്തോൾ സാഹിത്യ പുരസ്കാരം കവി യൂസഫ് അലി കേച്ചേരിക്ക്. തീപിടിക്കുന്ന ചിന്തകളും ധീരമായ ദക്ഷിണയുമായി സാംസ്കാരിക ലോകത്ത് നിറഞ്ഞു നിന്ന പ്രൊഫസർ MN വിജയൻ ഓർമ്മയായിട്ട് ഇന്ന് 5 വർഷം. വ്യാപാരി സംഘടനകൾ ആഹ്വാനം ചെയ്ത കടയടപ്പ് സമരം പൂർണ്ണം. വാർത്തകൾ വിശദമായി. CMP കാസർഗോഡ് ജില്ലാ സമ്മേളനം കാഞ്ഞങ്ങാട് പുതിയകോട്ട കോഓപ്പറേറ്റീവ് ബാങ്ക് ഹാളിൽ വെച്ച് നടന്നു. പാർട്ടി ആക്ടിംഗ് ജനറൽ സെക്രട്ടറി പാട്യം രാജൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ആ രാഷ്ട്രീയ പ്രമേയത്തെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, 90കളിൽ സോവിയറ്റ് യൂണിയന്റെ തകർച്ചയോടുകൂടി തന്നെ സോഷ്യലിസം നശിച്ചിരിക്കുന്നു എന്നും ഇനി സോഷ്യലിസം എന്ന് പറയുന്നത് ഈ രാജ്യത്ത് കാണാൻ വേണ്ടി കഴിയില്ല എന്നും അത് ചത്തു മണ്ണടിഞ്ഞിരിക്കുന്നു എന്നും ഒക്കെ തന്നെയുള്ള പ്രചരണങ്ങൾ നമ്മുടെ രാജ്യത്തിലെ നമ്മളെ ശത്രുക്കൾ അല്ലെങ്കിൽ രാഷ്ട്രീയ എതിരാളികളായ ബൂർഷ്വാ വിഭാഗം ലോകത്തെമ്പാടും തന്നെ പ്രചരണം നടത്തിയ വസ്തുത നിങ്ങൾക്കെല്ലാം അറിയാം. അത്തരമൊരു ഘട്ടത്തിലും CMP ചെറിയ പ്രസ്ഥാനമാണെങ്കിലും CMP നമ്മുടെ കരുത്തുപയോഗിച്ചുകൊണ്ട് തന്നെ ആ ഘട്ടത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോഴും നമ്മൾ സ്മരിക്കുകയാണ്. അന്ന് നമ്മൾ പറഞ്ഞു സോഷ്യലിസത്തെക്കുറിച്ച്, അതിനെ ആർക്കും തന്നെ തകർക്കാൻ വേണ്ടി കഴിയില്ല, താൽക്കാലികമായ പിന്നോട്ടടി സ്വാഭാവികമായും സംഭവിച്ചിട്ടുണ്ട് എന്നതിനെക്കുറിച്ച് അത് തുറന്നു പറയുന്നതോടൊപ്പം തന്നെ അതിനുണ്ടായ കാരണങ്ങൾ എന്താണ് എന്നതിനെക്കുറിച്ചും അതിൻ്റെ രോഗം എന്താണ് എന്നും ആ യഥാർത്ഥ രോഗം പരിശോധിച്ചുകൊണ്ട് തന്നെ അതിനെ ചികിത്സിക്കുന്നതിന് വേണ്ടി ഈ രാജ്യത്തിലെ തൊഴിലാളി വർഗം അധ്വാനിക്കുന്ന വിഭാഗം മുമ്പോട്ട് വന്നാൽ തീർച്ചയായും സോഷ്യലിസത്തിന് ഭാവിയുണ്ട് എന്ന് പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി നമ്മൾ മുമ്പോട്ട് വന്നിട്ടുണ്ട്. അതിനനുസരിച്ച് നമ്മൾ പ്രചരണം നടത്തിയിട്ടുണ്ട്. CMP നേതാവ് KK കാരിക്കുട്ടി പതാക ഉയർത്തി. VK രവീന്ദ്രൻ, V കമ്മാരൻ, MT കമലാക്ഷി എന്നിവരടങ്ങിയ പ്രസീഡിയവും B സുകുമാരൻ, V കൃഷ്ണൻ, PK രഘുനാഥ്, സുഭാഷ് ചീമേനി, T ഗംഗാധരൻ, C കുഞ്ഞമ്പു നായർ, KT കുട്യൻ എന്നിവരടങ്ങിയ സ്റ്റിയറിംഗ് കമ്മിറ്റിയുമാണ് സമ്മേളനം നിയന്ത്രിച്ചത്. B സുകുമാരൻ, CA അജീർ, VK രവീന്ദ്രൻ, V കമ്മാരൻ എന്നിവർ സംസാരിച്ചു. ജില്ലയിലെ എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് സർക്കാരും മനുഷ്യാവകാശ കമ്മീഷനും നൽകിയ വാഗ്ദാനങ്ങൾ പൂർണ്ണമായും പാലിക്കാൻ സർക്കാർ മുന്നോട്ട് വരണമെന്ന് CMP കാസർഗോഡ് ജില്ലാ സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ദുരിതബാധിതരെ കണ്ടെത്തുന്നതിലും കണ്ടെത്തിയവരെ തന്നെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നതിലും സാമ്പത്തിക സഹായം നൽകുന്നതിലും ചികിത്സ ലഭ്യമാക്കുന്നതിലും സർക്കാരും സർക്കാർ ഏജൻസികളും തികഞ്ഞ നിരുത്തരവാദിത്തമാണ് കാണിക്കുന്നതെന്നും ഇത് പരിഹരിക്കാൻ അടിയന്തരമായും മനുഷ്യത്വപരമായ സമീപനം സ്വീകരിക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറാവണമെന്നും സമ്മേളനം ബന്ധപ്പെട്ടവരോട് ആവശ്യപ്പെട്ടു. വൈദ്യുതി വകുപ്പിനെതിരെ ഗവൺമെന്റ് ചീഫ് വിപ്പ് PC ജോർജിന്റെ വിമർശനം. വൈദ്യുതി വകുപ്പിലെ ഉദ്യോഗസ്ഥർ കള്ളക്കണക്കെഴുതി ലക്ഷങ്ങൾ തട്ടുകയാണെന്ന് PC ജോർജ് ആരോപിച്ചു. അഴിമതിക്കാരെ തടയാൻ സർക്കാരിനാകുന്നില്ലെന്നും PC ജോർജ് വിമർശിച്ചു. 97-ൽ T ശിവദാസ മേനോൻ വൈദ്യുതി മന്ത്രിയായിരിക്കെ നടപ്പിലാക്കിയ ശമ്പള പരിഷ്കരണത്തിന്റെ ഭാഗമായി ആരംഭിച്ച കള്ളക്കണക്കെഴുത്ത് ഇപ്പോഴും തുടരുകയാണ്. മാറി മാറി വന്ന സർക്കാരുകൾക്ക് ഈ അഴിമതി തടയാൻ സാധിച്ചില്ലെന്നും PC ജോർജ് കുറ്റപ്പെടുത്തി. വൈദ്യുതി വകുപ്പിന്റെ തലപ്പത്തെത്തിയ ഒരു മന്ത്രിക്കും ഉദ്യോഗസ്ഥരുടെ അഴിമതി തടയാൻ കഴിഞ്ഞിട്ടില്ല. അഴിമതി തടയാൻ കഴിയാത്ത രാഷ്ട്രീയ പാർട്ടികൾ എന്തിനാണ് പ്രവർത്തിക്കുന്നതെന്നും PC ജോർജ് ചോദിച്ചു. സ്റ്റേറ്റ് എംപ്ലോയീസ് യൂണിയന്റെ ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചേംബർ ഓഫ് കൊമേഴ്സ് ഹാളിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് മുസാദിഖ് അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് CH റഷീദ് മുഖ്യപ്രഭാഷണം നടത്തി. ഈ വർഷത്തെ വള്ളത്തോൾ സാഹിത്യ പുരസ്കാരം കവി യൂസഫ് അലി കേച്ചേരിക്ക്. തിരുവനന്തപുരം ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന വള്ളത്തോൾ സാഹിത്യ സമിതിയുടെ ഈ വർഷത്തെ വള്ളത്തോൾ സാഹിത്യ പുരസ്കാരത്തിന് കവി യൂസഫ് അലി കേച്ചേരിയെ തിരഞ്ഞെടുത്തു. 1,11,111 രൂപയും പ്രശസ്തി പത്രവുമാണ് പുരസ്കാരം. ഒക്ടോബർ 16-ന് തീർത്ഥപാത മണ്ഡപത്തിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരം സമ്മാനിക്കുമെന്ന് സാഹിത്യ സമിതി ഭാരവാഹികൾ അറിയിച്ചു. ബംബ്രാണ ഗ്രാമോത്സവ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ബംബ്രാണ ഗ്രാമോത്സവം ഒക്ടോബർ 7-ന് ഞായറാഴ്ച ബംബ്രാണ വയലിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഉത്സവത്തിന്റെ ഭാഗമായി ചേറുകണ്ടത്തിൽ വിവിധ ക്രീഡാ മത്സരങ്ങൾ നടക്കും. ഗ്രാമീണ കളികൾക്ക് പ്രോത്സാഹനം നൽകുക എന്ന ഉദ്ദേശത്തോടെയാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. ഇതിന്റെ ഭാഗമായി നാശോന്മുഖമായിക്കൊണ്ടിരിക്കുന്ന ഗ്രാമീണ കലയും സംസ്കാരവും ഈ തലമുറയ്ക്കും വരാനിരിക്കുന്ന തലമുറയ്ക്കും വേണ്ടി സംരക്ഷിക്കുന്നതിനാവശ്യമായ പ്രോത്സാഹനങ്ങൾ നൽകുന്നതിനായി ഇവയുടെ സോദാഹരണ പ്രദർശനവും ഒരുക്കിയിട്ടുണ്ട്. വാർത്താസമ്മേളനത്തിൽ ഇന്ദുശേഖര ആൾവ, ഹരീഷ് ആൾവ, ലോകനാഥ ഷെട്ടി, B സുബയ്യ എന്നിവർ സംബന്ധിച്ചു. ദാക്ഷണിക ധീരതയുടെ ആൾരൂപമായി കേരളത്തിന്റെ സാംസ്കാരിക മണ്ഡലത്തിൽ നിറഞ്ഞുനിന്ന
പ്രൊഫസർ MN വിജയൻ ഓർമ്മയായിട്ട് ഇന്ന് 5 വർഷം. 2007 ഒക്ടോബർ 3-നാണ് വാക്കുകളുടെയും ആശയങ്ങളുടെയും ലോകത്ത് ഒത്തുതീർപ്പുകളില്ലാത്ത പോരാളിയായിരുന്ന MN വിജയൻ വിടവാങ്ങിയത്. സാഹിത്യ വിമർശകൻ, ചിന്തകൻ, വാഗ്മി, സാമൂഹ്യ പരിഷ്കർത്താവ്, അധ്യാപകൻ തുടങ്ങിയ മേഖലകളിൽ MN വിജയൻ കേരളത്തിന് വഴികാട്ടിയായിരുന്നു. ഫാസിസത്തിനെതിരായ തുറന്ന നിലപാടുകളിലൂടെ കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് പ്രിയങ്കരനായി മാറിയ വിജയൻ മാഷ് പിന്നീട് CPM നേതൃത്വവുമായി വഴിപിരിയുകയായിരുന്നു. ജനകീയാസൂത്രണ പദ്ധതികളുടെ പേരിൽ നടക്കുന്ന അതിരുകളില്ലാത്ത വിദേശ ഫണ്ടിങ്ങിനെ തുറന്നെതിർത്തതാണ് വിജയൻ മാഷെ ഇടതുപക്ഷത്തിന് അപ്രിയനാക്കിയത്. സഹ്യന്റെ മകൻ എന്ന വൈലോപ്പിള്ളി വിമർശനത്തോടെയാണ് സാഹിത്യ വിമർശന രംഗത്ത് MN വിജയൻ ശ്രദ്ധേയമായ സാന്നിധ്യമായത്. മനഃശാസ്ത്ര സിദ്ധാന്തങ്ങളുടെ പിൻബലത്തോടെ സാഹിത്യ വിമർശന രംഗത്ത് പുതിയ ശൈലിക്ക് തുടക്കമിടുകയായിരുന്നു MN വിജയന്റെ വൈലോപ്പിള്ളി പഠനം. വിമർശന സാഹിത്യ രംഗത്ത് വിജയൻ മാഷ് തുടങ്ങിവെച്ച ശൈലിക്ക് പിന്നീട് പിന്മുറക്കാരേറെയുണ്ടായെങ്കിലും വിജയൻ മാഷുടെ ഔന്നത്യമോ ബൗദ്ധിക നിലവാരമോ കൈവരിക്കാൻ ആർക്കുമായില്ല. മത തീവ്രവാദ നിലപാടുകളോടും ആശയങ്ങളോടും സന്ധിയില്ലാത്ത സമീപനമായിരുന്നു പ്രൊഫസർ MN വിജയൻ്റേത്. ഈ സമീപനമാണ് ഇടതുപക്ഷത്തോടും വിശേഷിച്ച് CPM-നോടും അദ്ദേഹത്തെ അടുപ്പിച്ചത്. ജീവിത സായന്തനത്തിൽ അത്ര തന്നെ തീവ്രമായി വിജയൻ മാഷ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ നിലപാടുകളെ വിമർശിക്കുകയും ചെയ്തുവെന്നത് അദ്ദേഹത്തിൻ്റെ ബുദ്ധിപരമായ ധീരതയെയും സത്യസന്ധതയെയും തെളിയിക്കുന്നതാണ്. ജനകീയാസൂത്രണം തുടങ്ങിയ മുദ്രാവാക്യങ്ങളുടെ പിൻബലത്തോടെ ഇടതുപക്ഷ മേലങ്കി അണിഞ്ഞ് കടന്നുവരുന്നത് സാമ്രാജ്യത്വ അധിനിവേശമാണെന്ന് തുറന്നു പറയാൻ ആദ്യമായി ധീരത കാണിച്ചത് ഒരുപക്ഷെ MN വിജയനായിരിക്കാം. കഴിഞ്ഞ പതിറ്റാണ്ടിൽ CPM-നുള്ളിലും കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കിടയിലും പാരമ്പര്യവാദികളെന്നും പരിഷ്കരണവാദികളെന്നുമുള്ള രൂക്ഷമായ ചേരിതിരിവിന് തുടക്കമിട്ടതും MN വിജയന്റെ ചിന്തകളും വാക്കുകളുമായിരുന്നു. 2007 ഒക്ടോബർ 3-ന് തൃശൂർ പ്രസ് ക്ലബിൽ വാർത്താസമ്മേളനത്തിനിടെ ഹൃദയാഘാതം അനുഭവപ്പെട്ട അദ്ദേഹം കുഴഞ്ഞു വീഴുകയായിരുന്നു. കഴിഞ്ഞ വർഷം പാൽവില വർദ്ധിപ്പിച്ച മിൽമ വീണ്ടും വിലവർധനവിനൊരുങ്ങുമ്പോൾ ഉൽപാദന ചെലവ് മൂലം നട്ടം തിരിയുന്ന ക്ഷീരകർഷകന് അത് ആശ്വാസമാകുന്നു. എന്നാൽ അടിക്കടിയുള്ള പാൽവില വർധനവ് ഉപഭോക്താക്കളിൽ ആശങ്കയാണ് ഉണർത്തുന്നത്. കാലിത്തീറ്റയുടെ വിലയിലുണ്ടായ വർധനവ് ക്ഷീരകർഷകരെ പ്രതിസന്ധിയിലാക്കിയതിനാൽ പാൽവില വീണ്ടും വർദ്ധിപ്പിക്കാനൊരുങ്ങുകയാണ് മിൽമ. ഡോക്ടർ ഉണ്ണിത്താൻ കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 5-നാണ് കോടതി ഉത്തരവ് പ്രകാരം മിൽമ പാലിന്റെ വില ലിറ്ററിന് 5 രൂപ വർദ്ധിപ്പിച്ചത്. ഇതിൽ നിന്നും 4 രൂപ 20 പൈസ ക്ഷീരകർഷകന് നൽകിക്കൊണ്ടായിരുന്നു വിലവർധന നടപ്പാക്കിയത്. എന്നാൽ കഴിഞ്ഞ വർഷത്തെ പാൽവില വർധനവിന് ശേഷം 650 രൂപയായിരുന്ന കാലിത്തീറ്റയുടെ വില ഇപ്പോൾ 890 രൂപയായിട്ടുണ്ട്. സ്വകാര്യ കമ്പനികൾ കന്നുകാലിത്തീറ്റയുടെ വില വീണ്ടും കൂട്ടിയതിനാൽ പാൽവില കൂട്ടുക എന്ന ഒറ്റ പോംവഴി മാത്രമാണ് ഉൽപാദന നഷ്ടത്തിന് പരിഹാരമായി മിൽമ ചൂണ്ടിക്കാട്ടുന്നത്. കന്നുകാലിത്തീറ്റ ഇനത്തിൽ സർക്കാർ സബ്സിഡിക്കായി 3 മാസം മുൻപ് മിൽമ അപേക്ഷ നൽകിയിരുന്നെങ്കിലും ഗുണമുണ്ടായില്ല. കാലിത്തീറ്റയുടെ വിലയിലുണ്ടായ വർധനവ് മിൽമയുടെ ആഭ്യന്തര പാൽ സംഭരണത്തിൽ ഗണ്യമായ കുറവ് വരുത്തിയിട്ടുണ്ട്. പാലിന്റെ ഉൽപാദന ചെലവിന്റെ 60 മുതൽ 70% വരെ കാലിത്തീറ്റ ഇനത്തിലാണ് ക്ഷീരകർഷകർക്ക് ചെലവ് വരുന്നത്. സംസ്ഥാനത്തെ ആവശ്യത്തിനുള്ള 80% കാലിത്തീറ്റയും ഇറക്കുമതി ചെയ്യുന്നതാകട്ടെ അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുമാണ്. സംസ്ഥാനത്ത് 3000-ലേറെ അംഗസംഘങ്ങളാണ് മിൽമയ്ക്കുള്ളത്. കാലിത്തീറ്റ വിലവർധനയെ പ്രതിരോധിക്കാനായി പ്രാദേശികമായി വിൽക്കുന്ന പാലിന്റെ വില മിൽമ അംഗങ്ങൾ 5 രൂപ വർദ്ധിപ്പിച്ചു കഴിഞ്ഞു. ഇതിനാൽ അടിയന്തരമായി വിപണിയിലെ പാൽവില വർദ്ധിപ്പിക്കണം എന്നാണ് മിൽമയുടെ ഔദ്യോഗിക വിശദീകരണം. കാലിത്തീറ്റ വില വർദ്ധിക്കുമ്പോഴൊക്കെ പാൽവില കൂട്ടുന്നത് ശാശ്വത പരിഹാരമല്ലെന്നും ഇത്തരം വിലവർധനയുടെ ഭാരം ഉപഭോക്താവിന്റെ മാത്രം തലയിലാണ് വരികയെന്നും മണ്ണുത്തിയിലെ കോളേജ് ഓഫ് ഡയറി സയൻസ് ആൻഡ് ടെക്നോളജി വിഭാഗം പ്രൊഫസറായ ഡോക്ടർ PI ഗീവർഗീസ് പറയുന്നു. സംഭരണ വിലയും വർദ്ധിപ്പിച്ചെങ്കിൽ മാത്രമേ ഈ കർഷകർക്ക് ഇതിൻ്റെ ഗുണം ലഭിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഇതിൻ്റെ മുഴുവൻ ഉപഭോക്താക്കളുടെ തലയിലേക്ക് കെട്ടിവയ്ക്കുന്നത് പ്രധാനമായിരിക്കും. മാത്രമല്ല, ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇതൊരു ശാശ്വതമായ പരിഹാരമല്ല. തീറ്റയുടെ വില വർദ്ധിക്കുന്നതനുസരിച്ചിട്ട് എല്ലാ സമയവും പാലിൻ്റെ വില വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നമ്മുടെ കൈ ഒതുങ്ങാത്ത രീതിയിൽ പാലിൻ്റെ വില കയറി പോകാൻ 5 പശുക്കളേക്കാൾ കൂടുതൽ വളർത്തുന്ന ക്ഷീരകർഷകൻ ലൈസൻസ് എടുക്കണമെന്ന പുതിയ സർക്കാർ വിജ്ഞാപനവും വീണ്ടും പാൽവില വർദ്ധിപ്പിക്കാനുള്ള നീക്കവും ക്ഷീരകർഷകരിൽ ഒരേ സമയം പ്രതീക്ഷയും ആശങ്കയും ഉളവാക്കുമെങ്കിലും അവശ്യ സാധനങ്ങളുടെ വിലക്കയറ്റത്തിൽ പെട്ടുഴലുന്ന ഉപഭോക്താക്കൾക്ക് പാൽ എന്നത് വിലവർധന നടപ്പാകുന്നതോടെ അപ്രാപ്യമാകാനാണ് സാധ്യത. ഇടവേള. ആയുർവേദം പ്രകൃതി കനിഞ്ഞു നൽകിയ ജീവനൌഷധങ്ങളാൽ മാനവരാശിക്ക് രോഗദുരിതങ്ങളില്ലാതെ കഴിയുന്നതിനുള്ള ജീവന മന്ത്രം. ധാര, ഉഴിച്ചിൽ, പിഴിച്ചിൽ, ഇലക്കിഴി, നവരക്കിഴി, പഞ്ചകർമ്മ മുതലായ ആധികാരിക ചികിത്സകൾ. കൂടാതെ നിങ്ങളെ അലട്ടുന്ന ഏത് രോഗങ്ങൾക്കും ശാശ്വത പരിഹാരം. സുഖപ്രദമായ പരിചരണം. പാരമ്പര്യം ചോർന്നു പോകാതെ അത്യാധുനിക സജ്ജീകരണങ്ങൾ. വിപുലമായ ഫാർമസി.
ശാന്തമായ അന്തരീക്ഷം, വിശാലമായ പാർക്കിംഗ്, പ്രകൃതി ജീവനത്തിനിണങ്ങിയ ഭക്ഷണശാല. ദീപ ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, കുസവൻകുന്ന്, കാഞ്ഞങ്ങാട്, കാസർഗോഡ് ജില്ല. ഫോൺ 04672980 വാർത്തകൾ തുടരുന്നു. വനിതാ ജീവനക്കാർക്ക് അർഹമായ വേതനവും തൊഴിൽ മാന്യതയും നൽകാൻ തയ്യാറല്ലാത്ത മദർ ആശുപത്രി അധികൃതരുടെ നടപടി നിന്ദ്യമാണെന്ന് മഹിളാ മോർച്ച സംസ്ഥാന അധ്യക്ഷ ശോഭാ സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി. നീതി തേടിയുള്ള സമരം 30 ദിവസം പിന്നിട്ടിട്ടും പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കാത്ത മദർ ആശുപത്രി മാനേജ്മെന്റിന്റെ നടപടി മനുഷ്യാവകാശ ധ്വംസനമാണെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. പരിഹരിക്കാൻ ഇങ്ങനെയാണോ ഇവിടുത്തെ അധികൃതർ തയ്യാറാക്കുക? അല്ലല്ലോ. ഇവിടെ ഇത്രയും പെൺകുട്ടികൾ, വിവാഹം പോലും കഴിയാത്ത പാവപ്പെട്ട പെൺകുട്ടികൾ, അവർ ലോൺ എടുത്ത് അവരുടെ കുടുംബക്കാർ അവരെ പഠിപ്പിച്ച് കഷ്ടപ്പെട്ട് മദർ ആശുപത്രിക്ക് മുന്നിൽ നഴ്സുമാരും മറ്റ് ജീവനക്കാരും നടത്തിവന്ന സമരത്തിന് അഭിവാദ്യം അർപ്പിക്കാനെത്തിയതായിരുന്നു ശോഭാ സുരേന്ദ്രൻ. മഹിളാ മോർച്ച ജില്ലാ പ്രസിഡന്റ് പ്രസന്ന ശശി, ജില്ലാ നേതാക്കളായ പ്രിയ ചന്ദ്രൻ, ഗിരിജ സുരേന്ദ്രൻ, വിദ്യാഗോപി എന്നിവരും യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ ഭാരവാഹികളും യോഗത്തിൽ പങ്കെടുത്തു. ചില്ലറ വ്യാപാര മേഖലയിൽ നേരിട്ടുള്ള വിദേശ നിക്ഷേപത്തിനെതിരെ വ്യാപാരി സംഘടനകൾ നടത്തിയ കടയടപ്പ് സമരം ജില്ലയിൽ പൂർണ്ണമായിരുന്നു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി, വ്യാപാരി വ്യവസായി സമിതി എന്നീ സംഘടനകളുടെ നേതൃത്വത്തിൽ രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയായിരുന്നു കടയടപ്പ് സമരം. വ്യാപാരി സമരം ജില്ലയിൽ ജനജീവിതത്തെ ബാധിച്ചു. സമരത്തെ തുടർന്ന് ജില്ലയിലെ കടകളും വ്യാപാര കേന്ദ്രങ്ങളും നിശ്ചലമായി. യാത്രക്കാരും നഗരങ്ങളിലും മറ്റും ജോലിക്കെത്തിയവരുമാണ് കടയടപ്പ് സമരം മൂലം ഏറെ വലഞ്ഞത്. ഹോട്ടലുകളും പണിമുടക്കിൽ പങ്കുചേർന്നതോടെ ദൂരയാത്രക്കാർക്ക് ഭക്ഷണവും വെള്ളവും പോലും ലഭിക്കാത്ത സാഹചര്യമായി. അപൂർവമായി ചിലയിടങ്ങളിൽ തുറന്നു കിടന്നിരുന്ന പെട്ടിക്കടകൾ മാത്രമാണ് ആശ്വാസമായത്. പണിമുടക്കിന്റെ ഭാഗമായി വിവിധ കേന്ദ്രങ്ങളിൽ വ്യാപാരി സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രകടനങ്ങൾ നടന്നു. വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിന് മുന്നിൽ നടത്തിയ ധർണ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ എം ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ജനറൽ സെക്രട്ടറി CR പോൾ അധ്യക്ഷത വഹിച്ചു. കേരള കെമിസ്റ്റ് ആൻഡ് ഡ്രഗിസ്റ്റ് അസോസിയേഷനും ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷനും സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരുന്നു. അതേസമയം കടയടപ്പ് സമരം അനാവശ്യമാണെന്ന് ആരോപിച്ച് വ്യാപാരി വ്യവസായി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ തൃശൂർ MO റോഡിൽ പ്രകടനം നടത്തി. സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോയ് ധാനിയൽ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് ആന്റണി വെള്ളാട്ടുകര അധ്യക്ഷത വഹിച്ചു. ശനിയാഴ്ച തൃശൂരിൽ നടക്കുന്ന ദേശീയ പഞ്ചഗുസ്തി മത്സരത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ അറിയിച്ചു. രാവിലെ 9:30 പഞ്ചഗുസ്തി അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് കലാഭവൻ മണിയും അഖിലേന്ത്യാ പ്രസിഡന്റ് ബിമൽ ചന്ദയും പതാക ഉയർത്തുന്നതോടെ മത്സരങ്ങൾക്ക് തുടക്കമാകും. തുടർന്ന് സംസ്ഥാന ടീമുകളുടെ ഘോഷയാത്ര അക്വാട്ടിക് കോംപ്ലക്സിൽ നിന്നും ആരംഭിച്ച് സ്വരാജ് റൗണ്ടിലെത്തി പാലസ് റോഡിലൂടെ വേദിയിലെത്തും. രാവിലെ 10 മന്ത്രിമാരായ CN ബാലകൃഷ്ണനും MK മുനീറും ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്യും. താളം നൃത്ത സംഗീതോത്സവത്തിന് ദക്ഷിണേന്ത്യൻ ക്ലാസിക്കൽ കലയായ ഭരതനാട്യത്തോടുകൂടി ആരംഭം. 365 ദിവസം നീണ്ടു നിൽക്കുന്ന സൂര്യ ഫെസ്റ്റിവലിന്റെ ഭാഗമായിട്ടാണ് താളം നൃത്ത സംഗീതോത്സവത്തിന് തൃശൂരിൽ വേദിയൊരുക്കിയത്. അഭിനയത്തിന്റെ രസസാന്ദ്രതകളെ നൃത്തത്തിലേക്ക് സന്നിവേശിപ്പിക്കുന്നതിൽ പ്രത്യേക നൈപുണ്യമുള്ള നർത്തകി പ്രിയദർശിനി ഗോവിന്ദാണ് ഉദ്ഘാടന ദിനത്തിൽ റീജിയണൽ തിയേറ്ററിൽ ഭരതനാട്യം അവതരിപ്പിച്ചത്. തമിഴ്നാട് സർക്കാരിന്റെ കലൈമാമണി പുരസ്കാരം നേടിയിട്ടുള്ള പ്രിയദർശിനി ഗോവിന്ദ് ദക്ഷിണേന്ത്യൻ നൃത്തകലയിൽ വലിയ ശിഷ്യസമ്പത്തുള്ള നർത്തകി കൂടിയാണ്. ഒക്ടോബർ 3 മുതൽ 5 വരെ 3 പ്രധാന നർത്തകിമാരാണ് താളത്തിന്റെ നൃത്തവിരുന്നിൽ ചുവടുവയ്ക്കുന്നത്. പ്രിയദർശിനി ഗോവിന്ദിനെ കൂടാതെ വ്യാഴാഴ്ച വൈകിട്ട് ഒഡീസി നർത്തകി മൊണാലിസ ഘോഷും വെള്ളിയാഴ്ച ഭരതനാട്യം നർത്തകി മീനാക്ഷി ശ്രീനിവാസനും അരങ്ങിലെത്തും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. CMP കാസർഗോഡ് ജില്ലാ സമ്മേളനം ഹോസ്ദുർഗ് കോഓപ്പറേറ്റീവ് ബാങ്ക് ഹാളിൽ വെച്ച് നടന്നു. വൈദ്യുതി വകുപ്പിനെതിരെ PC ജോർജിന്റെ രൂക്ഷ വിമർശനം. ജീവനക്കാരുടെ അഴിമതി നിയന്ത്രിക്കാൻ സർക്കാരിനാവുന്നില്ലെന്നും PC ജോർജ്. വള്ളത്തോൾ സാഹിത്യ പുരസ്കാരം കവി യൂസഫ് അലി കേച്ചേരിക്ക്. തീപിടിക്കുന്ന ചിന്തകളും ധീരമായ ദക്ഷിണയുമായി സാംസ്കാരിക ലോകത്ത് നിറഞ്ഞു നിന്ന പ്രൊഫസർ MN വിജയൻ ഓർമ്മയായിട്ട് ഇന്ന് 5 വർഷം. വ്യാപാരി സംഘടനകൾ ആഹ്വാനം ചെയ്ത കടയടപ്പ് സമരം പൂർണ്ണം. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.